മനുഷ്യരുടെ മുഴുവനും പിതാവായ അബുൽ ബഷർ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ, അതുപോലെ തന്നെ ഹവ്വാ ബീവിയെയും ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിക്കുകയും അവർക്ക് ജീവിക്കേണ്ട മാനദണ്ഡങ്ങൾ അവർക്ക് മുന്നിൽ വെച്ചുകൊടുത്ത് സ്വർഗത്തിൽ അവർ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. എന്നാൽ പിശാചിന്റെ ദുർപ്രേരണ മൂലം അവർ അല്ലാഹുവിന്റെ ആ നിയമത്തിൽ കളങ്കം വരുത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടായി രണ്ടുപേരോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇനി ആ ഇറങ്ങിപ്പോയ ആദം ഹവ്വാ ബീവി അവരുടെ സന്താനങ്ങൾക്ക് ഇനി തിരിച്ചങ്ങോട്ട് വരണമെങ്കിൽ റബ്ബ് പറഞ്ഞു, ഇനി നിങ്ങളിലേക്ക് ഹുദ വന്നെത്തിയാൽ, നേർമാർഗം വന്നെത്തിയാൽ, ഈ ദീന് വന്നെത്തിയാൽ, ഹിദായത്ത് വന്നെത്തിയാൽ, ആരൊക്കെയാണോ നിന്റെ സമൂഹത്തിൽ അതിനെ പിൻപറ്റുന്നത്, ആരാണോ ആ നേർമാർഗത്തെ പിൻപറ്റുന്നത്, അത്തരം ആളുകൾ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ ഒരു വിഷയത്തിലും പേടിക്കേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല, അവന് തിരിച്ച് സ്വർഗത്തിൽ തന്നെ തിരിച്ചെത്താൻ കഴിയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാനുള്ള സ്വർഗത്തിലേക്കുള്ള പാതയായി പരിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും പഠിപ്പിച്ചു. നാം ഓരോരുത്തരും നമസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുന്നതും സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യുന്നതും എന്തിന് നാം ഓരോരുത്തരും ഈ വെള്ളിയാഴ്ച ഉച്ചസമയം ഇവിടെ വന്നിരിക്കുന്നതിന്റെ പോലും അർത്ഥവും ലക്ഷ്യവും നാളെ പരലോകത്തെ നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. അല്ലാതെ ദുനിയാവിൽ ഇവിടെ വന്നിരുന്നു എന്നതുകൊണ്ട് ആരും ഒന്നും തരാൻ പോകുന്നില്ല. നാളെ പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ് നമ്മുടെ കർമ്മങ്ങൾ മുഴുവനും. ലോകത്ത് മനുഷ്യ ചരിത്രത്തിൽ മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധരായ ഒരുപാട് ആളുകൾക്ക് ലഭിക്കാതെ പോയ ഹിദായത്ത് ലഭിച്ചവരാണ് നാം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയായ വാഇല എന്ന പ്രസിദ്ധയായ സ്ത്രീക്ക് ലഭിക്കാതെ പോയ ഹിദായത്ത്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ കൻആനിന് ലഭിക്കാതെ പോയ ഹിദായത്ത്, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയായ വാഇലത്തിന് ലഭിക്കാതെ പോയ ഹിദായത്ത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പയായ ഉപ്പയായ ആസർ, താരീഖ് ബിൻ ഹാറൂൻ എന്ന ചരിത്രത്തിൽ കാണുന്ന ആസറിന് ലഭിക്കാതെ പോയ ഹിദായത്ത്, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയായ അബ്ദുല്ലാഹ്, ഉമ്മയായ ആമിന ബീവിക്ക്, വല്യുപ്പയായ അബൂ ത്വാലിബിന് അടക്കം ലഭിക്കാതെ പോയ ഹിദായത്ത് ലഭിച്ച ആളുകളാണ് നാം ഓരോരുത്തരും. ലോകത്ത് പ്രസിദ്ധരായ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ശ്രേഷ്ഠരായ പ്രവാചകന്മാരായ ആ പ്രവാചകന്മാരുടെ സ്വന്തം രക്തത്തിന്, കുടുംബത്തിന്, ഭാര്യമാർക്ക്, ഉപ്പമാർക്ക് ലഭിക്കാതെ പോയ ഹിദായത്ത് ലഭിച്ചവരാണ് നാം. അതുകൊണ്ട് തന്നെ അത് വലിയ അനുഗ്രഹമാണ്, അല്ലാഹുവിന്റെ വലിയ നിഅ്മത്താണ്. അതുകൊണ്ടാണ് ആ അനുഗ്രഹം, ആ ഹൃദയിൽ, ആ നേർമാർഗത്തിൽ നിലനിർത്തി തരാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് ഓരോ മുസൽമാനും 5 വക്ത നേരത്തെ നമസ്കാരത്തിലും ചുരുങ്ങിയത് ഓരോ റക്അത്തിലും നിർബന്ധമായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നിന്നെയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥഗർഭവും ആശയവും ഇതേ ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഈ ദീൻ എന്ന് പറയുന്നത്, നാം നിൽക്കുന്ന ഈ ഒരു സുന്ദരമായ ദീനിന്റെ പടി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയുറച്ചു നിൽക്കാനും കേവലം നമുക്കപ്പുറത്ത് നമ്മുടെ കൂടെയുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്ന ആളുകളായി, ഈ ദീനിന്റെ പ്രചാരകരായി, ദഅവത്തിന്റെ ആളുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പ്രവാചകന്മാരിലൂടെ മഹാനായ അവസാന പ്രവാചകൻ ഖാത്തിമുൻ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകനിൽ നിന്ന് കേട്ട ദീനിന്റെ സന്ദേശം റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അറേബ്യയുടെ മണ്ണിൽ നിന്ന് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്ത് പ്രചരിപ്പിച്ചത് കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന്റെ മണ്ണിൽ പോലും നമ്മൾ പലപ്പോഴും മാലിക് ദിനാർ റളിയല്ലാഹു എന്ന് വായിച്ചെടുക്കാറുണ്ട്. മാലിക് ദീനാറിനെ പോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തന്നെ സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്ന്, അറേബ്യയുടെ മണ്ണിൽ നിന്ന്, ജസീറത്തുൽ അറബിൽ നിന്ന് നമ്മുടെ നാടുകളിലേക്ക് പോലും സ്വഹാബത്ത് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജത്തുൽ വിദായിലെ സ്വഹാബത്തിന്റെ കണക്ക് ഹദീസുകളിൽ 1.25 ലക്ഷത്തിൽ പരം, 1.5 ലക്ഷത്തോളം എന്നെല്ലാം കാണാം. ഇന്ന് മക്കയിലും മദീനയിലും കൂടെ പോയി നമ്മൾ സ്വഹാബത്തിന്റെ ഖബറിട്ട് നോക്കിയാൽ 10,000-ൽ താഴെ ഖബറുകൾ മാത്രമേ കാണുകയുള്ളൂ.
ബാക്കിയുള്ളവരെല്ലാം എങ്ങോട്ട് പോയി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് പരിശുദ്ധ ഇസ്ലാമിൽ ദീനീ പ്രബോധനത്തിന് ദഅവത്തിനുള്ള പ്രാധാന്യം അവർ അറിഞ്ഞതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും തങ്ങളുടെ എല്ലാം മാറ്റിവെച്ച് അവർ മറ്റു നാടുകളിലേക്ക് യാത്രയായി. കേരളത്തിന്റെ മണ്ണിൽ പോലും കൊടുങ്ങല്ലൂരിൽ പോലും അവർ വന്ന് പള്ളി നിർമ്മിച്ച് തെക്കൻ ഇന്ത്യയിലും വടക്കൻ ഇന്ത്യയിലും എല്ലായിടങ്ങളിലും അവർ ദീനിനു വേണ്ടിയുള്ള ശക്തമായ പ്രചാരകരായി മാറി. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണോ ഈ ദീനിനെ പ്രചരിപ്പിക്കാൻ കഴിയുക ആ രൂപത്തിലെല്ലാം പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ്. ഒരു മുസ്ലിമിന് ദീനീ പ്രബോധനം എന്ന് പറയുന്നത് നിർബന്ധമാണ്. നിർബന്ധമായി ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു. പക്ഷെ പ്രബോധനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതേമാതിരി മിമ്പർമേൽ പ്രസംഗിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, എല്ലാവർക്കും എഴുതാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ രൂപത്തിൽ നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അത് മാത്രമല്ല ദഅവത്തിന് ഒരുപാട് രംഗമുണ്ട്. അവിടെയാണ് സംഘടനാ സംവിധാനത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. ഒരു പ്രോഗ്രാമിന് ദഅവാ സംരംഭത്തിന് ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ഒന്നും വേണ്ട. അതിന്റെ ഒരു നോട്ടീസ് മറ്റൊരുത്തൻ എത്തിക്കാൻ കഴിയുമോ, ലഘുലേഖ വിതരണം ചെയ്യാൻ കഴിയുമോ, ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടങ്ങളിൽ അതിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യാൻ കഴിയുമോ, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അത്തരം പ്രോഗ്രാമുകളിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ, അതൊക്കെ ഇന്ന് ദഅവത്തിന്റെ മാർഗമാണ്, ദഅവത്തിന്റെ മേഖലയാണ്. ഏത് രൂപത്തിലാണോ ദഅവത്തുമായി പ്രബോധനവുമായി ചേർന്ന് നിൽക്കാൻ കഴിയുക ആ രൂപത്തിലെല്ലാം ചേർന്നു നിൽക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന ആത്മാർത്ഥമായി തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. മാത്രമല്ല ഈ മേഖലയിൽ നാം ഇറങ്ങുമ്പോ വലിയ സഹനവും ക്ഷമയും അള്ളാഹുവിന്റെ അടുത്തും അള്ളാഹുവിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വജ്ഹും ഉദ്ദേശിച്ച് പ്രീതിയും ഉദ്ദേശിച്ചായിരിക്കണം നമ്മുടെ പ്രവർത്തനം മുഴുവനും. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീനിൽ ഒരു പ്രവാചകന്മാരുടെ ദഅവത്തിനെ കുറിച്ച് പ്രബോധനത്തെ കുറിച്ച് ഒരു ചർച്ച സൂറത്ത് യാസീനിൽ കാണാം. 36-ാം അധ്യായം സൂറത്ത് യാസീനിൽ വദ്രിബ് ലഹും മസലൽ അസ്ഹാബുൽ ഖറയതി ഇദ് ജാഅൽ മുർസലൂൻ വദ്രിബ് ലഹും പ്രവാചകരോട് വിശദീകരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. വദ്രിബ് ലഹും മസലൽ അസ്ഹാബുൽ ഖറിയ, അസ്ഹാബുൽ ഖറിയ എന്ന് പറയുന്ന ആ നാട്ടുകാരെ കുറിച്ച് പ്രവാചകരെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. അസ്ഹാബുൽ ഖറിയ എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഈ പരിശുദ്ധ ഖുർആന്റെ തഫ്സീറുകളിൽ കാണാം അലക്സാൻഡറിയ കടലിന് അടുത്തായി അഥവാ അന്നത്തെ ശാം പ്രവിശ്യ ഇന്നത്തെ സിറിയയുടെ ഉത്തരഭാഗത്തായിരുന്ന കൃത്യമായി പറഞ്ഞാൽ തുർക്കിയിൽ ഹത്തായ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ പറയുന്ന അസ്ഹാബുൽ ഖറിയ അഥവാ അന്താക്കിയ എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന അന്താക്കിയ എന്ന് പറയുന്ന ഒരു നാട്ടുകാർ. ഇന്നത്തെ തുർക്കിയുടെ ഹത്തായ് എന്ന പ്രവിശ്യയിലായിരുന്നു ആ നാടുണ്ടായിരുന്നത്. ആ നാട്ടുകാരെ കുറിച്ച് പ്രവാചകരെ നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇത് മുർസലൂൻ, ആ നാട്ടിലേക്ക് 2 പ്രവാചകന്മാർ കടന്നു വന്നു. ഇത് അർസൽന ഇലൈഹിം മുസ്ലിമീൻ, 2 പ്രവാചകന്മാർ കടന്നു വന്നുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് കൃത്യമായ രൂപത്തിൽ പറഞ്ഞു. എന്നാൽ ഫഖദ്ദബൂഹുമാ, ആ 2 പ്രവാചകന്മാരെയും അന്താക്കിയ എന്ന് പറയുന്ന ആ നാട്ടുകാർ കളവാക്കി. അവർ പറഞ്ഞു നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ പ്രവാചകന്മാരല്ല, കള്ളന്മാരാണ് നിങ്ങൾ എന്ന് പറഞ്ഞ് 2 ആളുകളെയും കളവാക്കി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഘടനയെ ആ സംഘത്തെ അല്ലാഹു ശക്തിപ്പെടുത്തി. മൂന്നാമതൊരു പ്രവാചകനെ കൊണ്ട് അല്ലാഹു അവരെ ശക്തിപ്പെടുത്തി. എന്നിട്ട് അവർ ഒരുമിച്ച് പറഞ്ഞു ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാർ തന്നെയാണ്. എന്നാൽ അവർ 3 പേരും ഒരുമിച്ച് ഈ വിഷയം പറഞ്ഞിട്ടും ആ നാട്ടുകാർ പറഞ്ഞത് ഖാലൂ മാ ആമൻതും ഇല്ലാ ബശറും മിസ്ലുക്കും. ആ നാട്ടുകാർ പറയാം നിങ്ങൾ ഞങ്ങൾ പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്, നിങ്ങൾ പ്രവാചകന്മാരൊന്നുമല്ല. ഉമാൻസല റഹ്മാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പ്രവാചകന്മാരെ ഇറക്കുകയും ചെയ്തിട്ടില്ല. മിൻ ശൈഇൻ അൻതും ഇല്ലാ തകദിബൂൻ, നിങ്ങൾ പറയുന്നത് മുഴുവൻ നുണയാണ്, പച്ചപ്പൊള്ളാണ്, കളവ് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഖാലൂ റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഇത് കേട്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ റബ്ബിനറിയാം, ഞങ്ങൾ പ്രവാചകന്മാരാണെന്ന് ഞങ്ങൾ നിയോഗിച്ച റബ്ബിനറിയാം. അതുകൊണ്ട് തന്നെ വമാ അലൈനാ ഇല്ലൽ ബലാഉ മുബീൻ, ഈ സ്പഷ്ടമായ സന്ദേശം നിങ്ങളിലേക്ക് എത്തിച്ചു തരിക എന്ന ദൗത്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. അല്ലാതെ നിങ്ങളെ വായുന്നത് കുത്തിത്തിരികി തരേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല, നിങ്ങൾ നിർബന്ധമായി സ്വീകരിക്കണമെന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഇത് എത്തിച്ചു തരലാണ് ഞങ്ങളുടെ ബാധ്യത. വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ വഴിക്ക് പോവാം. അവർ ആത്മാർത്ഥമായ വിഷയം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ അഥവാ നിങ്ങളൊന്നും ഞങ്ങൾക്ക് പാരിതോഷികം നൽകേണ്ടതില്ല, നിങ്ങൾ ഈ ദീൻ നിങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ നാട്ടുകാരുടെ ഭീഷണി ഖാലൂ, ആ നാട്ടുകാർ പറഞ്ഞു ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹു ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. നാട്ടുകാർ പറയാണ് ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ആകെ ശകുനപ്പിഴവിലായിട്ടുണ്ട്. ലഇൻ ലം തൻതഹു,
നിങ്ങൾ ഈ തൗഹീദ് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, ആദർശം പറയുന്ന, ദീൻ പറയുന്ന ഈ വിഷയം നിങ്ങളെങ്ങാനും നിർത്തിയിട്ടില്ലെങ്കിൽ ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ കല്ലെടുത്തെറിയും. വലയമസ്സന്നക്കും, അതുപോലെ തന്നെ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടൂല, ശക്തമായ രൂപത്തിൽ പീഡിപ്പിക്കും. ഇന്നാ അദാബുൻ അലീം, ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുന്നു വിചാരിക്കേണ്ട. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നിർത്തിക്കും എന്നാണ് നാട്ടുകാരുടെ ഭീഷണി. ഇന്നും നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ, തൗഹീദ് പറയുമ്പോൾ പല ആൾക്കാർക്കും ഒരു ചൊറിച്ചിലാണ്, ഒരു എടങ്ങേറാണ്, ഒരു ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴും തൗഹീദ് മാത്രമേ പറയുള്ളൂ. ഈ ഇന്ത്യ സാഹചര്യത്തിൽ എന്തിനാണ് ഇന്നത്തെ ഫാസിസ്റ്റുകൾ നമ്മളെ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് മുസ്ലിം മതത്തിന്റെ ഐക്യം പറഞ്ഞുകൂടാ? എന്തിനാണ് തൗഹീദ്, എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് ഈ പ്രവാചകന്മാരുടെ ചരിത്രം പ്രസിദ്ധമാകുന്നത്. ശക്തമായ രൂപത്തിൽ അവർ ആ പ്രഖ്യാപനം നടത്തി. ഈ മഹിതമായ സംഘടനാ സംവിധാനത്തിന് കീഴിൽ തൗഹീദ് പറഞ്ഞ കാരണത്താൽ ഇതേ രൂപത്തിൽ അന്താക്കിയയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് ലനർജുമന്നക്കും, നിങ്ങളെ കല്ലെടുത്തെറിയും എന്ന് പറഞ്ഞ രൂപത്തിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ തൗഹീദിന്റെ ശക്തമായ പ്രഖ്യാപനം നടത്തിയ കാരണം നമ്മുടെ നാടുകളിൽ തന്നെ പലയിടങ്ങളിലും കല്ലേറ് വാങ്ങിയ, തെരുവിളികളെ എത്തുവാൻ വേണ്ടിയ ഷെയ്ഖുൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെട്ട തിരൂരങ്ങാടിക്കാരനായ കെ എം മൗലവി റഹിമഹുല്ലാഹ് തൗഹീദ് പറഞ്ഞ കാരണത്താൽ ഒരു നാട്ടിൽ, ആ നാട്ടിൽ നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ പോലും, വെറുതല്ല പൈസ വന്നിട്ട് ചായ തരാൻ പറഞ്ഞാൽ ഒരു ചായ പോലും കൊടുക്കാതെ ഒരു നാട് മുഴുവനും ബഹിഷ്കരിച്ച പണ്ഡിതന്മാരുടെ ചരിത്രം ഇസ്ലാഹി കേരളത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. തൗഹീദ് പറഞ്ഞ കാരണത്താൽ അന്ന് പ്രവാചകന്മാരുടെ കാലം മുതൽ തന്നെ ഈ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ പ്രവാചകന്മാർക്കെതിരെ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ പറയാൻ. അങ്ങനെ പ്രവാചകന്മാരുടെ ഈ 3 പ്രവാചകന്മാരുടെയും തിരിച്ചുള്ള മറുപടി, എന്റെ നാട്ടുകാരെ, എന്റെ സമൂഹമേ, ഞങ്ങൾ ഈ നന്മയുള്ള വിഷയം പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങൾ അപശകുലമാണ് എന്ന് പറയാൻ നിങ്ങളുടെ കാരണം അതാണോ? ഇതുവരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അന്താക്കിയ എന്ന് പറഞ്ഞ നാട്ടുകാരും 3 പ്രവാചകന്മാരും തമ്മിൽ ദീൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരിങ്ങനെ സംവാദം നടന്നുകൊണ്ടിരിക്കാൻ. ആ സന്ദർഭത്തിലാണ് മദീനയുടെ ആ നാട്ടിലുണ്ടായിരുന്ന പട്ടണത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന് ഒരു മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ യാത്രയിൽ ഈ 3 പ്രവാചകന്മാരും ഈ അന്താക്കിയ എന്ന് പറയുന്ന നാട്ടുകാരും തമ്മിലുള്ള സംസാരം അവർ കേൾക്കാനിടയാവുകയാണ്. ഈ മനുഷ്യൻ ഇത് കേട്ടപ്പോ ഈ മനുഷ്യന് ബോധ്യപ്പെട്ടു പ്രവാചകന്മാർ പറയുന്നത് സത്യമാണ്. കാരണം പ്രവാചകന്മാർ പൈസ ഒന്നും ആവശ്യപ്പെടുന്നില്ല, ദീൻ പറയുന്നേ ഉള്ളൂ, സമ്പത്ത് ആവശ്യപ്പെടുന്നില്ല, അവരെ കുട്ടികളെ കെട്ടിച്ചേരാൻ പ്രവാചകന്മാർ പറയുന്നത്. ഭൗതികമായി ഒരു സുഖാഡംബരങ്ങളും ഈ പ്രവാചകന്മാർ ആവശ്യപ്പെടുന്നില്ല, ദീൻ സ്വീകരിച്ചാൽ മതി എന്ന സഹാനുഭൂതിയോടുകൂടിയാണ് പ്രവാചകന്മാരുടെ സംസാരം. അപ്പൊ ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ പ്രവാചകന്മാരത് സത്യമാണെന്ന് വിശ്വസിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു, അല്ലയോ മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിനാണ് ഈ പ്രവാചകന്മാരെ തെറി പറയുന്നത്? എന്തിനാണ് ഇത് ആക്ഷേപിക്കുന്നത്? നിങ്ങൾക്ക് ഈ പ്രവാചകന്മാരിൽ വിശ്വസിച്ചുകൂടെ? നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കാതെ ഈ ദീൻ സ്വീകരിക്കാൻ പറയുന്ന പ്രവാചകന്മാരുടെ ആദർശം നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ? എന്നിട്ട് ആ കേട്ട സംസാരത്തിന്റെ രത്ന ചുരുക്കം ഈ മനുഷ്യൻ പറയാം, എന്നെ സൃഷ്ടിച്ചവനായ റബ്ബനെ അല്ലാതെ ആരാധിക്കാൻ എനിക്ക് കണ്ണ് തന്ന, എനിക്ക് വായ തന്ന, എനിക്ക് ചർമ്മം തന്ന, കൈകാലുകൾ തന്ന, എനിക്ക് ബുദ്ധി തന്ന, ശരീരം മുഴുവനും ഓരോ അത്ഭുതങ്ങളും നമുക്ക് കനിഞ്ഞേകിയ എന്നെ സൃഷ്ടിച്ചവനായ എന്റെ റബ്ബനെ അല്ലാതെ ആരാധിക്കാൻ എന്നെ സൃഷ്ടിച്ചവനായ റബ്ബനെ അല്ലാതെ ആരാധിക്കാൻ എനിക്ക് എന്ത് ന്യായമാണുള്ളത്? എന്ത് ന്യായമാണുള്ളത്? എല്ലാം റബ്ബല്ലേ നിങ്ങൾക്ക് തന്നത്, അവനെ അല്ലാതെ ആരാധിക്കാൻ എന്ത് ന്യായമുണ്ട്? ഇത് പറഞ്ഞതോടുകൂടി ആ നാട് മുഴുവനും ഇളകിന. ഈ മനുഷ്യനെ പിടിച്ചു. ഈ ആരാണ് ഞങ്ങളുടെ നാട്ടിലൊന്ന് അഭിപ്രായം പറയാൻ? ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് നാട് അന്താക്കിയ എന്ന് പറയുന്ന നാട്ടുകാരെ മുഴുവനും ഇളകി. ഈ വന്ന മനുഷ്യനെ, ആ സ്വീകരിച്ച് ദീൻ പ്രഖ്യാപിച്ച, തൗഹീദ് പ്രഖ്യാപിച്ച മനുഷ്യനെ ആ നാട്ടുകാർ ആക്രമിച്ചു, ശക്തമായ രൂപത്തിൽ ക്രൂശിച്ചു, ഇടിച്ച് കൊന്നു. ആ ഇടിച്ച മനുഷ്യനെ കൊന്നിട്ടും കരുതിയാത്ത ആ സമൂഹം ആ മനുഷ്യന്റെ സ്വാഹിബ് യാസീൻ എന്ന ചരിത്രത്തിൽ പ്രസിദ്ധമായ ഹബീബുൻ നജ്ജാർ എന്ന പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മനുഷ്യന്റെ കൈകാലുകൾ ഈ നാട്ടുകാർ അറുത്തു മുറിച്ചു മാറ്റി ദേഷ്യം കൊണ്ട് തൗഹീദ് പറഞ്ഞ കാരണത്താൽ ആ നാട്ടുകാർ ആ മനുഷ്യനെ അടിച്ചു കൊന്നു. അവസാനം ഇദ്ദേഹം മരണപ്പെട്ട് പരലോകത്തെത്തി, സ്വർഗലോകത്തെത്തിയപ്പോ അദ്ദേഹം പറയുന്ന
കാര്യം ഖുർആനിൽ കാണാൻ കഴിയും. ഖീല ദഖുലിൽ ജന്ന, ആ മനുഷ്യൻ പരലോകത്തെത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഖീല ദഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, അങ്ങനെ സ്വർഗ്ഗത്തിൽ ആ മനുഷ്യൻ പ്രവേശിച്ചപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ്, ആലോചിക്കുകയാണ്, എന്റെ സമൂഹം, എന്നെ കൊന്ന, എന്നെ ഇടിച്ച ആ നാട്ടുകാർ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്റമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തന്ന പോലെ അവർക്കും റബ്ബ് പുറത്തു കൊടുക്കുമായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ് ഈ മനുഷ്യൻ പിന്നീട് ചിന്തിക്കുന്നത്. അഥവാ സഹാനുഭൂതിയോടുകൂടി സാഹിബ് യാസീൻ എന്ന ഹബീബുൻ നജ്ജാർ എന്ന് ചരിത്രത്തിൽ വിശേഷിപ്പിച്ച ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ചിന്തയെ ഖുർആൻ എടുത്തു കൊടുക്കുക. ഈ രൂപത്തിലുള്ള വിശാലമായ സമീപനം പ്രബോധന മേഖലയിൽ നമുക്കുണ്ടാകണം എന്ന് വളരെ ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്. ഒരിക്കലും പിടിച്ചു വലിച്ച് നിർബന്ധിച്ച് മതപരിവർത്തനം ഇസ്ലാം പഠിപ്പിച്ചതല്ല. മതത്തിൽ ബലാത്കാരമല്ല, നിർബന്ധമായി നീ ഇത് സ്വീകരിക്കണം എന്ന് പറയേണ്ട ബാധ്യതയില്ല. ഈ സ്പഷ്ടമായ സന്ദേശം ആത്മാർത്ഥമായി അവർക്ക് എത്തിച്ചു കൊടുക്കുക. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം, എത്തിച്ചു കൊടുക്കലാണ് നമ്മുടെ ബാധ്യത എന്ന വിശാലമായ സമീപനത്തോടുകൂടി പരിശുദ്ധ ദീനിനെ നമ്മളായി കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കൂടെയുള്ളവരിലേക്ക് കൈമാറാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ ഉന്നതരായ അടിമകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വസിയത്ത് നൽകുന്നു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഏറെ വിശാലമായ സമീപനത്തോടുകൂടി കൂടെയുള്ളവരെ ചേർത്തുപിടിച്ച് ഇസ്ലാമിക പ്രബോധനത്തെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ പ്രവാചകൻ, ആ പ്രവാചകന്റെ ജീവിതത്തിൽ ഈ സന്ദേശം പറഞ്ഞ കാരണത്താൽ വലിയ പീഡനങ്ങൾ പ്രവാചക ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. റസൂൽ ആദ്യമായി മക്കയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കാരണം ആളുകൾ ക്രൂശിക്കപ്പെട്ട ആദ്യമായി റസൂലുള്ള പലായനം ചെയ്തത്, ഹിജറ നടത്തിയത് ത്വായിഫിലേക്കാണ്. ത്വായിഫിൽ പോയി പ്രവാചകൻ അവിടെ കടന്നു എന്ന് ആ നാട്ടിൽ ജീവിച്ചിരുന്ന സഖീഫ് ഗോത്രക്കാരുടെ നേതാക്കന്മാരുടെ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി. പക്ഷെ ആ നാട്ടുകാരും ഇസ്ലാം സ്വീകരിച്ചില്ല. ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞു, എങ്കിൽ ഞാനിവിടെ ഉണ്ട് എന്ന കാര്യങ്ങൾ വേറെ ആരെ അറിയിക്കരുത്, എനിക്കിവിടെ അഭയം തരണം എന്ന് റസൂൽ താഴ്മയോടുകൂടി ആവശ്യപ്പെട്ടു. ആ നാട്ടുകാർ അതിനും സമ്മതിച്ചില്ല. അതിലെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്ന അടിമകളെ കൊണ്ട്, ചെറിയ കുട്ടികളെ കൊണ്ട് റസൂലുള്ളാഹിനെ കല്ലെടുത്ത് എറിയാൻ ആവശ്യപ്പെട്ടു. തെരുവുകളിലൂടെ ലോകത്തിന്റെ പ്രവാചകൻ തിരുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലേറിനാൽ ആ നാട്ടുകാരുടെ ക്രൂശിക്കപ്പെടലിനാൽ പ്രവാചകൻ ഓടുകയാണ്. ഒരുത്തൻ കല്ലെറിഞ്ഞു നേരെ റസൂലുള്ളാഹിന്റെ മടമ്പ് കാലിൽ വന്ന കൊണ്ടത്. കാലിന് നല്ല ഏറുകൊണ്ടു. പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊഴുകി. പ്രവാചകൻ അപശനായി. പ്രവാചകൻ ത്വായിഫിന്റെ പുറത്തേക്ക് ഓടി കിതച്ച് ഒരു തോട്ടത്തിൽ റസൂലുള്ളാഹി കയറിയിരുന്നതാണ്. ഒരു മുന്തിരിത്തോട്ടത്തിൽ റസൂലുള്ളാഹി കയറിയിരുന്നു. ഉത്ബത്ത് ബിൻ റബീഅയുടെയും ശൈബത്ത് ബിൻ റബീഅയുടെയും തോട്ടമായിരുന്നു ഇത് എന്ന് ചരിത്രത്തിൽ കാണാം. ഉത്ബയും ശൈബയും മക്കയിലെ മുശ്രിക്കുകളാണ്, ഖുറൈശി നേതാക്കന്മാരാണ്. പക്ഷെ അവർ നല്ല വിനയവും താഴ്മയുള്ള ആളുകളായിരുന്നു. ഇസ്ലാം സ്വീകരിക്കാൻ സൗഭാഗ്യമുണ്ടായില്ല, വേറെ വിഷയം. പക്ഷെ ഇവരുടെ തോട്ടത്തിൽ റസൂലുള്ളാഹിക്ക് അഭയം കൊടുത്തു. ആ സന്ദർഭത്തിലാണ് ഉത്ബയുടെയും ശൈബയുടെയും അടിമയായ അദ്ദാ എന്ന് പറയുന്ന അടിമ, ഈ അടിമയോട് ഉത്ബ ഒരു മുന്തിരിയുടെ കുല, ഒരു മുന്തിരി റസൂലുള്ളാഹിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹിക്ക് അദ്ദാസ് കൊണ്ടുപോയി കൊടുത്തു. റസൂൽ അത് കഴിക്കുന്ന സന്ദർഭത്തിൽ ബിസ്മില്ല എന്ന് പറഞ്ഞ ആ മുന്തിരി കഴിക്കുകയാണ്. റസൂൽ ബിസ്മില്ല എന്ന് പറഞ്ഞപ്പോ അദ്ദാസിന് അത്ഭുതം. കാരണം ബിസ്മില്ല എന്ന പ്രയോഗം അതുവരെ അറബികളിൽ നിന്ന് അദ്ദാസ് കേട്ടിട്ടില്ല. അദ്ദാസ് റസൂലിനോട് സംസാരിക്കാൻ, പ്രവാചകരെ എവിടുന്നാണ് മുഹമ്മദ് നബിയെ, മുഹമ്മദ് നിങ്ങൾക്ക് എവിടുന്നാണ് ബിസ്മില്ല എന്ന പ്രയോഗം എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്, ഇത് ഇവിടെ ഒന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ആ സന്ദർഭത്തിൽ റസൂൽ അദ്ദാസിനോട് ചോദിക്കണം, അദ്ദാസ് നീ ഏത് നാട്ടുകാരനാണ്, നിന്റെ നാടേതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദാസ് പറഞ്ഞു, ഞാൻ നീനപദേശക്കാരനാണ്. നീനപദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാഖിലെ മൊസൂലിനടുത്തുള്ള പ്രദേശമാണ് നീന. പഴയ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ പ്രസിദ്ധമായ പുരാതനമായ നഗരം. ഞാൻ നീനപദേശക്കാരനാണെന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ തിരിച്ചുള്ള സംസാരം, നീ യൂനുസിന്റെ കൗമിൽപ്പെട്ടതാണല്ലേ
യൂനുസ് നബിയുടെ കൗമിൽപ്പെട്ടതാണല്ലോ. ഇത് കേട്ടോടുകൂടി അബ്ബാസിന് കൂടുതൽ അത്ഭുതമായിരുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, താങ്കൾക്ക് യൂനുസിനെ അറിയുമോ, യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകന്റെ മറുപടി, ആ യൂനുസിന്റെ സഹോദരനാണ് ഞാൻ, അഥവാ ഞാനും പ്രവാചകനാണ്, യൂനുസും പ്രവാചകനാണ്. ആ പ്രവാചകന്റെ പരമ്പരയിലൂടെ വന്ന അവസാനത്തെ പ്രവാചകനാണ് നാം എന്ന് റസൂലുള്ളാഹി പറഞ്ഞതോടുകൂടി അബ്ബാസ് എന്ന് പറയുന്ന അടിമ റസൂലുള്ളാഹിന്റെ കാൽക്കലേക്ക് വീഴുകയാണ്, റസൂലുള്ളാഹിനെ ചുംബിക്കുകയാണ്, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ നിന്ന് തന്നെ അബ്ബാസ് എന്ന അടിമ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. റസൂലുള്ളാഹിന്റെ പെരുമാറ്റം കൊണ്ട്, താഴ്മ കൊണ്ട്, വിനയം കൊണ്ട് ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചു. ഇതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പറഞ്ഞയക്കാൻ, പർവ്വതങ്ങളുടെ അധിപനായ മലക്കിനെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് അള്ളാഹു മലക്കിനെ പറഞ്ഞയച്ചു. എന്നിട്ട് മലക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറയുന്നത്, ഇൻ ശിഅത, പ്രവാചകരെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അൻ അത്തിബിക അലൈഹിം അഖ്ശബൈനി ഫഉൽതു. അഖ്ശബൈ എന്ന് പറഞ്ഞ രണ്ട് പർവ്വതം, അഖ്ശബൈ എന്ന് പറഞ്ഞാൽ ഒന്ന് ജബൽ അബീ ഖുബൈസ് ആണ്, മറ്റൊന്ന് ജബൽ ഖുഐഖിയാണ്. നമ്മൾ മക്കയിൽ ഉംറക്ക് പോയാൽ ജബൽ അബീ ഖുബൈസിലാണ് സഫാ മർവ. ജബൽ അബീ ഖുബൈസിന് നേരെ താഴ്ഭാഗത്താണ് സഫാ എന്നുള്ളത്. അതുപോലെ തന്നെ ജബൽ ഖുഐഖിയാന്റെ താഴ്ഭാഗത്താണ് മർവ എന്നുള്ളത്. സഫയിൽ നിന്ന് മർവയിലേക്ക് നമ്മൾ നടക്കുക ഈ രണ്ട് കുന്നുകൾക്കിടയിലാണ്. ഇന്ന് അവിടെ പോയാൽ മസ്ജിദുൽ ഹറമിന് നേരെ പുറകുവശത്ത് രാജകൊട്ടാരമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന ജബൽ അബീ ഖുബൈസിന് മുകളിലാണ്. ഈ രണ്ട് പർവ്വതം അന്ന് വലിയ പർവ്വതം. ഈ മലക്ക് എന്ന് പറയുന്നത്, പ്രവാചകരെ നിങ്ങളൊന്ന് മൂളിയാൽ മക്കയിലെ ജബൽ അബീ ഖുബൈസും ജബൽ ഖുഐഖിയാനും അഖ്ശബയും ഈ രണ്ട് പർവ്വതം എന്റെ രണ്ട് കൈകളിലായി ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് ഈ തോയിഫ് എന്ന് പറയുന്ന നാട്ടുകാർ അതിന്റെ ഇടയിലിട്ട് ഞാൻ അടിച്ച് തൂഫാനാക്കി കളയാൻ പ്രവാചകർ, നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഒന്ന് മൂളിയാൽ മതി, എല്ലാത്തിനെയും തീർക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരിച്ചുള്ള മറുപടി, ഇല്ല, വേണ്ട. തോയിഫ് എന്ന് പറയുന്ന ഈ നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിഗ്രഹാരാധനയിൽ നിന്ന് അവരെ മോചിപ്പിക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രവാചകൻ വിശാലമായ മനസ്കറിയോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്രത്തിലെ ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു. പിൽക്കാലഘട്ടത്തിൽ ത്വായിഫ് എന്ന് പറയുന്ന സജീഫ് ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു. അതിൽ നിന്ന് പല പ്രവാചകന്മാരും പിൽക്കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കും. അതുകൊണ്ട് തന്നെ ഈ വിശാലമായ സമീപനം ദഅ്വാ മേഖലയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഇത് ചേർത്തു വെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ബല്ലിഉ അന്നീ വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണ് നിങ്ങൾ പഠിച്ചത്. ദീൻ പ്രചരിപ്പിക്കാൻ, ദീൻ പറഞ്ഞു കൊടുക്കാൻ വലിയ പണ്ഡിതനാവണമെന്നില്ല. ഖുർആനും സുന്നത്തൊക്കെ മുഴുവൻ പഠിച്ചാലേ ദീൻ പറയാൻ പാടുള്ളൂ എന്ന മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പല ആൾക്കാരുടെ ധാരണ, ഞാനിപ്പോ എന്താ പറയാ, ഞാനിപ്പോ ഇതൊക്കെ പഠിച്ചതാണോ, ഇതൊക്കെ പഠിച്ച് പറയണമെങ്കിൽ അറബി കോളേജിലൊക്കെ പോണ്ടേ, എന്തെങ്കിലും ബിരുദൊക്കെ വേണ്ടേ എന്ന ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെ ഒരു ധാരണ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു മാനദണ്ഡം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇന്ന് പല ആൾക്കാരുണ്ട് അങ്ങനെ. ഇത്ര ഖുർആൻ ഇത്ര മനപ്പാടാക്കിയാലേ, ഹദീസ് ഇത്രയൊക്കെ മനപ്പാടാക്കിയാലേ ദീൻ പറയാൻ പറ്റൂ എന്ന മാനദണ്ഡം ദഅ്വാ മേഖലയിൽ വെക്കുന്ന സംഘടനാവിരോധികൾ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. എന്നിൽ നിന്ന് ഒരായത്ത് മാത്രമേ നിങ്ങൾ പഠിച്ചുള്ളൂ, ഒരൊറ്റ ആയത്തെ നിങ്ങൾക്ക് അറിയൂ. ആ ഒരായത്തെങ്കിലും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശമാണ്, നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ദീനി മേഖലയിൽ സജീവമാവാൻ നമുക്ക് കഴിയണം. ഖുർആൻ തന്നെ പഠിപ്പിച്ചല്ലോ, മൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി അനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, ഒരു മനുഷ്യൻ അവന്റെ വിരിപ്പിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് വീണ്ടും അവന്റെ വിരിപ്പിലേക്ക് പോകുന്നത് വരെ ഒരുപാട് വിഷയങ്ങൾ ഒരു ദിവസം ഒരു മനുഷ്യൻ സംസാരിക്കുന്നു. ആ സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം എന്നാൽ അഹ്സനുൽ ഖൗൽ എന്നാൽ ദആ ഇലല്ലാഹ്, അത് അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്. വഅമില സ്വാലിഹൻ, പിന്നെ നല്ല പ്രവർത്തനങ്ങളാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവൻ തന്നെയാണ് എന്ന് ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കലാണ് ഏറ്റവും നല്ല പ്രവർത്തനമെന്ന് ഖുർആന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണമെന്ന് വളരെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, ഈ ചേർന്നിരുത്തം, ഈ ആദർശ ബന്ധം, ദീനുമായി ബന്ധപ്പെട്ട ചേർന്നിരുത്തം നാം മരണപ്പെട്ടാലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയമായി റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഒരു ആദമിന്റെ സന്തതി മരണപ്പെട്ടാൽ 40 മുവഹിദുകൾ അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി കടന്നു വരികയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ മയ്യത്തിന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. ഒരാദം അഥവാ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിം മരിച്ചാൽ അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ 40 മുവഹിദുകൾ, മുവഹിദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, നേർച്ചകളും വഴിപാടുകളും എല്ലാം അല്ലാഹുവിന് എന്ന് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ചു പ്രഖ്യാപിച്ച 40 മുവഹിദുകൾ
നമസ്കാരത്തിന് വന്ന് പ്രാർത്ഥിച്ചാൽ പാപം പുറത്തു കൊടുക്കുമെന്ന ലോകത്തിന്റെ പ്രവാചകം പഠിപ്പിച്ചെങ്കിൽ ഇത് വിശാലമായ വിഷയമാണ്. എത്ര ആളുകൾക്ക് ഈ തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി സ്വന്തം നഫ്സിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. ചിലപ്പോൾ നമ്മളെ കുടുംബം വലിയ കുടുംബം, നാട്ടിലെ പേര് കേട്ട തറവാട്, സ്ഥാനം കൊണ്ടും പദവി കൊണ്ടും സമ്പത്ത് കൊണ്ടും സ്വാധീനം കൊണ്ടും ഉന്നതിയിൽ നിൽക്കുന്ന കുടുംബം. പക്ഷെ അള്ളാഹ് വിളിക്കുന്നതോടൊപ്പം അമ്പർക്കൊട്ടങ്ങളെ കാക്കണേ, വിനീതിക്കണേ, കാക്കണേ എന്ന് പറഞ്ഞ് 30 ദൈവങ്ങളെയും വിളിക്കുന്നു.